ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലിനൂസ് ഫാമിലി വ്ളോഗ്സ്. ഞാനിന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളികളുടെ തനിനാടൻ പലഹാരമായ അവൽ നനയ്ക്കുന്ന ഒരു റെസിപ്പിയാണിത്. അവൽ എങ്ങനെ സോഫ്റ്റായിട്ട് നമുക്ക് നനച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു റെസിപ്പിയാണിത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് ഈ അവൽ നനച്ചത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അവൽ നനക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിപ്പമുള്ളൊരു പാത്രം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് ഒരു 300 ഗ്രാം അവൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവൽ നമുക്ക് ഏത് അവൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാനിവിടെ മട്ടരിയുടെ അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെള്ള അവലാണെങ്കിലും നമുക്കിതുപോലെ തന്നെ നനച്ചെടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു 150 ഗ്രാം ശർക്കരയാണ്. ആ ശർക്കര നന്നായിട്ടൊന്ന് ചീവി എടുത്തതാണിത്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര ചീവി എടുക്കാൻ മടിയുള്ള ആളുകൾക്ക് ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാകും. ഇപ്പോൾ ശർക്കരയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് ഒരു മുറി തേങ്ങ ചിരകിയതാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ തേങ്ങയുടെ നനവിലാണ് നമ്മൾ അവൽ നന്നായിട്ട് നനച്ചെടുക്കുന്നത്. തേങ്ങ നന്നായിട്ട് ചേർത്തില്ലെങ്കിൽ നമ്മുടെ അവൽ നന്നായിട്ട് നനഞ്ഞ് കിട്ടുകയില്ല. ഇപ്പോൾ തേങ്ങയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൊണ്ട് ഈ അവലും തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. തേങ്ങ നല്ല പച്ചത്തേങ്ങയാണെങ്കിൽ അവൽ നനയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. തേങ്ങ ഇട്ടതിന് ശേഷം അവൽ നല്ല സോഫ്റ്റായിട്ട് നനഞ്ഞ് കിട്ടിയില്ലെങ്കിൽ അവൽ നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഒരു ചെരുവയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അവൽ നനയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് അവൽ നനഞ്ഞ് കിട്ടാനായിട്ട് ഒരു 2 ടീസ്പൂൺ ചൂടുവെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ആകെ അവൽ നനയാൻ ആവശ്യത്തിനുള്ള 2 ടീസ്പൂൺ ചൂടുവെള്ളം മാത്രം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് നനച്ചെടുക്കുമ്പോൾ അവൽ നല്ല സോഫ്റ്റായിട്ട് നനഞ്ഞ് കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ അവൽ നനയ്ക്കുമ്പോൾ ഇതേപോലെ 1-2 ടീസ്പൂൺ ചൂടുവെള്ളം ചേർത്ത് അവൽ നനച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മുടെ അവലിന് കിട്ടുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവലായിരിക്കും ഇത്. ഇനി ഇതിലേക്ക് ഏലക്കായുടെ ഫ്ലേവറിന് വേണ്ടി 2 ഏലക്കായയും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി എല്ലായിടത്തും ആവുന്ന രീതിയിൽ കൈകൊണ്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു അവൽ നനച്ചതായിരിക്കും ഇത്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ആരും തന്നെ മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ റെസിപ്പികൾ കിട്ടുന്നതിനായി ലിനൂസ് ഫാമിലി വ്ളോഗ്സ് എന്ന ചാനലും കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അവൽ നനച്ചത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടീസൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവർക്കൊന്ന് കൊടുത്ത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതേപോലത്തെ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.